കോഴിക്കോട് പന്തീരാങ്കാവിൽ KSEB ഓഫീസിന് നേരെ ആക്രമണം. അക്രമി സംഘം ഓഫീസിന്റെ ബോർഡ് എറിഞ്ഞു തകർക്കുകയും ജീവനക്കാരെ അസഭ്യം പറയുകയും ചെയ്തെന്നാണ് പരാതി. പന്തീരാങ്കാവ് പോലീസ് അന്വേഷണം തുടങ്ങി. രാത്രി 11 മണിയോടെ പന്തീരങ്കാവ് ഫീഡറിൽ വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടതിൽ പ്രകോപിതരായ ഉപഭോക്താക്കളാണ് ഓഫീസ് ആക്രമിച്ചത്. 15ഓളം വരുന്ന സംഘം ഓഫീസിനും ബോർഡിനും നേരെ കല്ലെറിയുകയും ജീവനക്കാരെ അസഭ്യം പറയുകയും ചെയ്തു. സാങ്കേതിക തകരാർ പരിഹരിക്കാൻ രാത്രി ഡ്യൂട്ടിയില്ലാത്ത ജീവനക്കാർ പുറത്തേക്ക് പോയിരുന്ന സമയത്താണ് ആക്രമണം. ഓഫീസിനകത്തേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ച ആളുകളെ സൂപ്പർവൈസർ ഗ്രില്ലടച്ച് തടഞ്ഞു. അത്താണി മുതൽ മണക്കടവ് ഭാഗത്തേക്കുള്ള 8 ട്രാൻസ്ഫോമറുകൾ ഓഫാക്കിയിട്ട് ഫീഡർ ചാർജ് ചെയ്തു. ഇല്ലായിരുന്നെങ്കിൽ 60ഓളം ട്രാൻസ്ഫോമറുകൾ ഫാൾട്ടിലേക്ക് ഓഫാക്കിയിടേണ്ട ഒരവസ്ഥ വരുമായിരുന്നു. ഈ സമയത്താണ് 12 മണി കഴിഞ്ഞ സമയത്താണ് ആ ഭാഗത്തുള്ള ഏതാനും ആളുകൾ, നമുക്കറിയില്ല, അവർ വന്നിട്ട് ഓഫീസിൽ കയറി ആ സമയത്ത് ഫോൺ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പ്രകാശൻ ഓവർസിയർക്ക് നേരെ അസഭ്യം പറഞ്ഞു. ഇത് ഉടനെ പുള്ളി അകത്തുള്ള ഗ്രില്ല് ക്ലോസ് ചെയ്തിട്ട് ആളുകൾ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത് ഒഴിവാക്കി. പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഇന്നലെ വൈകുന്നേരം പന്തീരങ്കാവ് പ്രിൻസിപ്പൽ SI സ്ഥലത്തെത്തുകയും അന്വേഷണം നടത്തുകയും ചെയ്തിട്ടുണ്ട്. പരാതിയിൽ പന്തീരങ്കാവ് പോലീസ് അന്വേഷണം ആരംഭിച്ചു. തൊട്ടടുത്ത കടയിലെ CCTV ദൃശ്യങ്ങൾ ശേഖരിച്ചു. പ്രതികളെ ഉടൻ പിടികൂടാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. കടുത്ത ചൂടിൽ ഉപയോഗം വർദ്ധിച്ചതോടെ ഫീഡർ ഫോൾട്ടായി എന്നാണ് KSEB നൽകുന്ന വിശദീകരണം. വ്യാഴാഴ്ച രാത്രി വരെ വൈദ്യുതി ഉപയോഗം നിയന്ത്രിച്ചു നിർത്താൻ കഴിഞ്ഞിരുന്നുവെങ്കിലും പിന്നീട് സാധിച്ചിരുന്നില്ല. റിപ്പോർട്ടർ, കോഴിക്കോട്.